Hello friends, welcome to the world of CMA. Illustration 17. The following is the trial balance of Premier Construction Company engaged on the execution of contract number 747 for the year ended 31st December 2015. Contractee account nalla particular amount received, building, creditors, bank balance, capital, മെറ്റീരിയൽ, വേജസ്, എക്സ്പെൻസ്, പ്ലാന്റ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് ബാലൻസ് ഷീറ്റിൻ്റെ ഐറ്റവും കൊടുത്തിട്ടുണ്ട്, കുറച്ച് എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണെന്ന് നോക്കാം. ദ വർക്ക് ഓൺ കോൺട്രാക്ട് നമ്പർ 747 വാസ്, അതായത് നമുക്ക് മോളി പറഞ്ഞ അതേ വർക്ക് വാസ് കമൻസ്ഡ് ഓൺ 1st January 2015 അത് വന്നത്, കിട്ടിയതാണ് വർക്ക്. മെറ്റീരിയൽ കോസ്റ്റിംഗ് 1,70,000 ആണ്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് 2 lakh ആണ്. അപ്പോൾ ഡിഫറൻസ് ഉള്ളത് എന്തായിരിക്കണം? കോൺട്രാക്റ്റ് അക്കൗണ്ട് ഇട്ടിട്ട് എക്സ്പെൻസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് നമുക്ക് P&L നിന്നുള്ള ഒരു അക്കൗണ്ടും കൂടി ഇടേണ്ടി വരും. എക്സ്പെൻസിൽ ഇതേപോലെയുള്ള എക്സ്പെൻസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ were sent to site or contract but those of 6,000 were destroyed in an accident. ആക്സിഡൻറ്റിൽ 6,000 എന്തായി? മെറ്റീരിയൽ ഡിസ്ട്രോയ് ആയി. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? 6,000 എടുത്ത് ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നത്? അബ്നോർമൽ ലോസ് എന്നുള്ളത് എന്ത് ചെയ്യണം? കോൺട്രാക്റ്റിലേക്ക് ചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഒരു ഡാമേജ് വന്നതല്ലേ, അപ്പോൾ ആക്സിഡൻ്റ് ആയതാണ്, അത് അബ്നോർമൽ ലോസ് ആണ്. അതെന്ത് ചെയ്യണം? അത് കോൺട്രാക്റ്റ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണത് ക്രെഡിറ്റ് സൈഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? P&L അക്കൗണ്ട് വരച്ചിട്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ എന്ത് ചെയ്യണം? P&L അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ. വേജസ് ഓഫ് 1,80,000 were paid during the year. 1,80,000 വേജസ് പറഞ്ഞിട്ടുണ്ട്. വേജസ് രണ്ടിടത്തും കറക്റ്റാണ്. പ്ലാന്റ് വിത്ത് എ കോസ്റ്റ് ഓഫ് 2 lakh വാസ് യൂസ്ഡ് ഫ്രം 1st January to 30th September ആൻഡ് വാസ് ദെൻ റിട്ടേൺ ടു ദി സ്റ്റോർ. ഓക്കെ. ഒരു 2 lakh, ഇവിടെ പ്ലാന്റ് എത്രയാണ് വന്നത്? 2,50,000 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 lakh എന്നുള്ളത് 1st January തുടങ്ങി സെപ്റ്റംബർ വരേക്കും 9 months മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. അതായത് ഈ വർക്കിന് വേണ്ടിയിട്ട് അത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറയണത്. ശരിക്കും 2,50,000 ഉണ്ട്. അപ്പോൾ എന്താണ്? ആ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെയാണ് കണക്ക്. ആ 3 മാസത്തേക്ക് എന്താണ്? 2 lakh എടുക്കാൻ പാടില്ല. 2,50,000 50,000 മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആ സെപ്റ്റംബർ വരേക്കും 2,50,000 ഡിപ്രീസിയേഷൻ കാണണം. ആ സെപ്റ്റംബറിന് ശേഷം 2 lakh ഇല്ല. അപ്പോൾ എന്തിൻ്റെ മാത്രമേ? 50,000 മാത്രമേ ഡിപ്രീസിയേഷൻ കാണാവൂ. മെറ്റീരിയൽ കോസ്റ്റ് 4,000 വേർ സൈറ്റ്, അത് ക്ലോസിംഗ് ആയിട്ട് കാണിക്കുക. കോൺട്രാക്റ്റ് വാസ് 6 lakh. കോൺട്രാക്റ്റ് എത്രയിനായിരുന്നു? 6 lakh ആൻഡ് ദ കോൺട്രാക്റ്റി പേ 75% ഓഫ് ദ വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് എത്രയാണ്? വർക്ക് സർട്ടിഫൈഡിൻ്റെ 75% ആണ്. വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? 80% ഓഫ് ദ ടോട്ടൽ കോൺട്രാക്റ്റ്. ടോട്ടൽ കോൺട്രാക്റ്റിന് 80% ആണ് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡിൻ്റെ 75% ആണ് ക്യാഷ് റിസീവ്ഡ്. അൺസർട്ടിഫൈഡ് എത്രയാണ്? 15,000. എക്സ്പെൻസ് ആർ ചാർജ് ടു കോൺട്രാക്ട് 25% ഓഫ് ദ വേജസ്. വേജസ് എത്രയാണോ അതിൻ്റെ 25% ആണ് എക്സ്പെൻസ്. പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ 10% ആണ്. അപ്പോൾ എന്തൊക്കെ അക്കൗണ്ടാണ് വരക്കണമെന്നുള്ളത്, ഇതിൽ എന്തൊക്കെ അക്കൗണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ പ്രോബ്ലത്തിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതേപോലെ തന്നെ എന്തായാലും കോൺട്രാക്റ്റ് എന്നുള്ളത് അക്കൗണ്ടാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്തായാലും വരക്കണം. പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ഐറ്റം തന്നിട്ടുണ്ട്. പിന്നെ P&L വരക്കണം. P&L വരക്കണമെന്നുള്ളത് നമുക്ക് ഇതേപോലെയുള്ളത് കേസസിൽ മനസ്സിലാവുള്ളൂ. എങ്ങനെയുള്ള കേസസിൽ? ഒന്ന്, ആക്സിഡൻറ്റ്, ഡിസ്ട്രോയ് പറ്റി ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ അതിന് എന്താണ്? കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ആക്ച്വലി കാണിക്കില്ല അബ്നോർമൽ ലോസസ്. പക്ഷേ അതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റ് സൈഡ് ഇട്ടിട്ട് ശരിക്കും അത് ഡെബിറ്റ് സൈഡ് കാണിക്കേണ്ടത് P&L ആണ്. പക്ഷേ ഇൻഷുറൻസിനെ കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ P&L എന്ത് ചെയ്യണം? ആ 6,000 ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് ബാലൻസ് ഉള്ളത് മാത്രമേ P&L കാണിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കേസസ് വന്നിട്ടുണ്ട്. പിന്നെ എക്സ്പെൻസ് ഇവിടെയും തന്നിട്ടുണ്ട്, എക്സ്പെൻസ് ഇവിടെയും തന്നിട്ടുണ്ട്. അതിന് ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നേരെ P&L അക്കൗണ്ടിലോട്ട് പോകും. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഇത് അസ്യൂം ചെയ്തേ നമുക്ക് എന്തൊക്കെ അക്കൗണ്ട് ഇതിൽ വരക്കണം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവരായിട്ട് അത് തന്നിട്ടില്ല. ഇത് മുന്നേ ഒരു 8 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ട് തന്നെ വരക്കാം. കോൺട്രാക്റ്റ് അക്കൗണ്ട് വരക്കാനായിട്ട് എന്താണ്? ഇവിടെ എന്ത് ചെയ്യണം? മെറ്റീരിയൽ തന്നിട്ടുണ്ട്. പിന്നെ അത് ക്രെഡിറ്റ് സൈഡ് വരേണ്ട എമൗണ്ട് തന്നിട്ടുണ്ട്. പിന്നെ വേജസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക്
കോൺട്രാക്റ്റ് അക്കൗണ്ടിലേക്ക് എടുത്തെഴുതാം. മെറ്റീരിയൽ എത്രയാണ്? 1,70,000. 1,70,000 ബൈ എന്താണ്? അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസസ് ശരിക്കും എന്തുകൊണ്ടാണ് അബ്നോർമൽ ലോസ് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡ് എഴുതിയത്? അബ്നോർമൽ ലോസസ് ഒരിക്കലും കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് കാണിച്ചിട്ട് അതേ എമൗണ്ട് ഇൻഷുറൻസ് എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് P&L ഡെബിറ്റ് സൈഡ് കാണിക്കണം. ഓക്കെ. ഇനി വേജസ് 1,80,000. ഇനി എന്താ? പ്ലാന്റ്, പിന്നെ വേജസ് പ്ലാന്റ് 2 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ കാണാം. മെറ്റീരിയൽ ഓഫ് കോസ്റ്റ് 4,000 ക്ലോസിങ് ആയിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ എന്ത് ചെയ്യണം? 4,000. പിന്നെ എന്താ കൊടുത്തിരിക്കണേ? കോൺട്രാക്റ്റ് 6 lakhൻ്റെ ആണെന്ന് വർക്ക് സർട്ടിഫൈഡ് ചെയ്തിരിക്കണ. അതിൻ്റെ 75% ആണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് സർട്ടിഫൈഡ് 6 lakhൻ്റെ 75%. 6 lakhൻ്റെ 75% ഇത്രയാണ് 4,50,000. സോറി, വർക്ക് സർട്ടിഫൈഡ് 80%. വർക്ക് സർട്ടിഫൈഡ് 80%, 75% എന്താണ്? അത് ക്യാഷ് റിസീവ് ചെയ്തതാണ്. 6 lakhൻ്റെ 80%, 4,80,000. ഇനി അൺസർട്ടിഫൈഡ് എത്രയാണ്? 15,000. അൺസർട്ടിഫൈഡ് 15,000, 4,95,000. ഓക്കെ. ഇനി എന്താ പറയുക? എക്സ്പെൻസ് 25% ഓഫ് ദ വേജസ്. വേജസിൻ്റെ 25% ആണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 25% ഓഫ് വേജസ്. 1,80,000ൻ്റെ 25%, 45,000 ആണ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്ത എന്താ? പ്ലാന്റ് ഡിപ്രീസിയേഷൻ എത്രയാണ്? 10%. ഡിപ്രീസിയേഷൻ, പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ 10%. അപ്പോൾ ഡിപ്രീസിയേഷൻ എടുക്കുന്നതിന് എങ്ങനെയാണ് എടുക്കേണ്ടത്? ഡിപ്രീസിയേഷൻ ഈ 2 lakh ഇതിന് ശേഷം സെപ്റ്റംബറിന് ശേഷം 3 മാസം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 2,50,000ൻ്റെ 1 January തുടങ്ങി 30 September വരേക്കും കാണണം. ടു പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ ഫസ്റ്റ് 2,50,000ൻ്റെ 10% ഇൻറ്റു 9/12 അല്ലേ? മുഴുവനായിട്ട് ഉപയോഗിച്ചു. പിന്നെ എന്ത് ചെയ്തു? ആ 3 മാസം എന്ത് ചെയ്തു? 50,000 മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 50,000 ഇൻറ്റു 10% ഇൻറ്റു 3/12. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന എത്രയാണ് ആൻസർ? അതാണ് ഡിപ്രീസിയേഷൻ. 2,50,000 ഇൻറ്റു 10% ഇൻറ്റു 9/12, 18,750. പിന്നെ എത്രയാണ്? 50,000 ഇൻറ്റു 10% ഇൻറ്റു 3/12, 1,250. രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 20,000 ഡിപ്രീസിയേഷൻ. ഓക്കെ. ഇനി 20,000 ഡിപ്രീസിയേഷൻ കിട്ടി. ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും എടുക്കാനായിട്ട് ഇല്ല. വേറെ ഒന്നും എടുക്കാനായിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? 4,80,000. കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്? 6 lakh. അപ്പോൾ 4,80,000 ഡിവൈഡഡ് ബൈ 6 lakh ഇൻറ്റു 100 എത്ര? 80% വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2/3 ആണ് ഉപയോഗിക്കേണ്ടത്. 10,000, 5,05,000. 5,05,000 മൈനസ് 1,70,000 മൈനസ് 1,80,000 മൈനസ് 45,000 മൈനസ് 20,000. എത്ര വന്നു? 90,000 നോഷണൽ പ്രോഫിറ്റ് ആയിട്ട് വന്നു. ടു നോഷണൽ പ്രോഫിറ്റ് എത്രയാണ്? 90,000. അതിൽ P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. P&Lലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യാം? 90,000. അപ്പോൾ എങ്ങനെ എഴുതാം? 90,000 ഇൻറ്റു 2/3 ഇൻറ്റു
എന്താണ് വർക്ക് സർട്ടിഫൈഡ് കോൺട്രാക്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് അല്ലേ? എങ്ങനെ എഴുതാം? ക്യാഷ് റിസീവ്ഡ് എത്രയെന്ന് പറഞ്ഞാൽ 6 lakhൻ്റെ 75%, 4,50,000. ഓക്കെ, ക്യാഷ് റിസീവ്ഡ് എത്രയാണ്? 3,60,000 ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് 4,80,000. അപ്പോൾ എത്ര വരും? 90,000 ഇൻറ്റു 2/3 ഇൻറ്റു 3,60,000 ഡിവൈഡഡ് ബൈ 4,80,000, 45,000. 45,000 P&Lലേക്ക് നമുക്കിത് എത്രയും 90,000. അപ്പോൾ ബാലൻസ് 45,000 റിസർവിലേക്ക്. ഓക്കെ, 5,05,000. ഓക്കെ, ഇനി നമ്മൾ P&L ഇടണമെന്ന് പറഞ്ഞു. P&L അക്കൗണ്ട് ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ അബ്നോർമൽ ലോസസ് എന്താണെന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നതല്ല, P&Lലാണ് കാണിക്കുന്നത്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് എമൗണ്ട് കൂടി മൈനസ് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഇൻഷുറൻസിനെ കുറിച്ചൊന്നും പറയണില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അബ്നോർമൽ ലോസസ്, അബ്നോർമൽ അതായത് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നിന്നുള്ളത്, അവിടെ അബ്നോർമൽ എഴുതിയില്ല, കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നിന്നുള്ളത് 6,000 P&Lലേക്ക് കാണിക്കാം. പിന്നെ P&Lലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ തിരിച്ച് ചെയ്യേണ്ടത് ഇതിലുള്ള ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അതായത് വേജസ് 1,80,000, ഇവിടെയും വേജസ് 1,80,000 ആണ്. എക്സ്പെൻസ് 47,000. നമുക്കിവിടെ വന്ന എക്സ്പെൻസ് എത്രയാണ്? എക്സ്പെൻസ് 45,000 ആണ്. അപ്പോൾ ബാലൻസ് 2,000 ഇവിടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് എഴുതുക. എക്സ്പെൻസ് 47,000 മൈനസ് 45,000, 2,000 എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കുക. ഇനി അടുത്ത എന്താണ്? ഇനി ഇതിലെന്താ വന്നേക്കണേ? പ്ലാന്റ്, ഡിപ്രീസിയേഷൻ എങ്ങനെ കാണിക്കാം? ഡിപ്രീസിയേഷൻ അതായത് 50,000 എന്നുള്ളത് ഡിപ്രീസിയേഷനിൽ എന്താ ഡിഫറൻസ് വന്നേക്കണേ? 2,50,000 എന്നുള്ളത് സെപ്റ്റംബർ വരേക്കും കാണിച്ചു. പക്ഷേ ബാക്കിയുള്ള 2,50,000 അവിടെ എമൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് ഈ കോൺട്രാക്റ്റിൽ അത് യൂസ് ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് പറഞ്ഞ 2 lakhന് 50,000 മാത്രമേ എല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് പറഞ്ഞ 2 lakhൻ്റെ 10% എന്ത് ചെയ്യണം? 2 lakhൻ്റെ 10% അത് എത്ര മാസത്തേക്ക്? 3 മാസത്തേക്കുള്ളത്. 2 lakhൻ്റെ 10% ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? 5,000 P&L കാണിക്കണം. മനസ്സിലായോ? ഇവിടെ നമ്മൾ 2,50,000 ആണ് ശരിക്കും 12 മന്ത്ക്കാണ് എടുക്കേണ്ടത്. പക്ഷേ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? 2 lakh സെപ്റ്റംബർ വരേക്കും എടുത്തോളൂ, ബാക്കി മാസം ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കോൺട്രാക്റ്റിൽ ഉപയോഗിക്കാത്ത കാരണം ആ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് ബാലൻസ് ഉള്ള 3 മാസം ആ 50,000 മാത്രം എടുത്തു. സോ P&L ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? അത് കറക്റ്റായിട്ട് ആ എന്താണ് നമ്മുടെ കയ്യിൽ മെഷീൻ ഉള്ളത്, അത് ആ പ്ലാന്റ് ഉള്ളത്, അത് നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിച്ചേ പറ്റുള്ളൂ അല്ലേ? ഡിപ്രീസിയേഷൻ കൊടുത്തേ പറ്റൂ, കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആ ബാലൻസ് ഉള്ള 2 lakhന് ഇൻറ്റു 10% ഇൻറ്റു ആ 3 മാസത്തേക്കാണ് നമ്മൾ കാണാത്തത്, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഡിപ്രീസിയേഷനും കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? കോൺട്രാക്റ്റിൽ നിന്നുള്ള പ്രോഫിറ്റ് P&Lലേക്കല്ലേ, P&L എന്നല്ലേ കൊടുത്തേക്കണേ. അപ്പോൾ കോൺട്രാക്റ്റിൽ നിന്നുള്ള പ്രോഫിറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നിന്നുള്ളത് എത്രയാണ്? 45,000. സോ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇനി വരണത് എന്താണ്? P&L വരണത് എന്തായാലും എന്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കുള്ളൂ അല്ലേ? 45,000 മൈനസ് 8,000 മൈനസ് 5,000 എത്രയാണ്? 32,000 എന്നുള്ളത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി എന്താണ്? ബാലൻസ് ഷീറ്റ് കാണണം. ബാലൻസ് ഷീറ്റ് കാണാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റ് കാണാനായിട്ട് ഇവിടെ ബിൽഡിങ്ങും ക്രെഡിറ്റേഴ്സും ബാങ്കും ക്യാപിറ്റലും എല്ലാം തന്നിട്ടുണ്ട്. നമ്മളതെല്ലാം വെച്ച് തന്നെ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് വരക്കണം. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ വരക്കാനാണെങ്കിൽ ഇവിടെ എല്ലാം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ എപ്പോഴും വരക്കണമല്ല തന്നെ ഫസ്റ്റ് തുടങ്ങാം. എന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെയാണ്? വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 4,95,000. സോ അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 4,95,000 അതിൽ നിന്ന്
ക്യാഷ് റിസീവ്ഡ് മൈനസ് ചെയ്യുക, റിസർവ് മൈനസ് ചെയ്യുക. ക്യാഷ് റിസീവ്ഡ് എത്രയാണെന്നാണ് പറഞ്ഞത്? 3,60,000. ക്യാഷ് റിസീവ്ഡ് 3,60,000 അല്ല 3 lakh. ക്യാഷ് റിസീവ്ഡ് 3 lakh. റിസർവ് എത്രയാണ്? റിസർവ് 45,000 അല്ലേ? പി ആൻഡ് എല്ലിൽ ഇതിലും സെയിം എമൗണ്ട് അല്ലേ കിട്ടിയത്? സോ 4,95,000 മൈനസ് 3 lakh മൈനസ് 45,000 എത്രയാണ്? 1,50,000. ഇനി എന്താണ് ഇതിൽ തന്നിരിക്കുന്നത്? ഇതിൽ ബിൽഡിംഗ് തന്നിട്ടുണ്ട്. ബിൽഡിംഗ് എത്രയാണ്? 1,60,000 എന്ന് തന്നിട്ടുണ്ട്. സോ അത് എഴുതുക. ബിൽഡിംഗ് 1,60,000. ക്രെഡിറ്റേഴ്സ് 72,000. ക്രെഡിറ്റേഴ്സ് 72,000. ബാങ്ക് എത്രയാണ്? 35,000. ബാങ്ക് 35,000. ക്യാപിറ്റൽ അക്കൗണ്ട് 5 lakh. ക്യാപിറ്റൽ അക്കൗണ്ട് 5 lakh. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കൂടെ നമുക്ക് പി ആൻഡ് എല്ലിൽ നിന്ന് വന്ന അക്കൗണ്ട് ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 32,000. സോ 5,32,000. ഇനി വേറെ എന്താ വേണ്ടത്? വേറെ മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയലിന് വന്നിട്ടുണ്ട്. മെറ്റീരിയൽ എന്താണ്? സ്റ്റോക്ക് കാണിക്കണം. മെറ്റീരിയലിൻ്റെ 2 lakh കാണിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ ഇവിടെ 7,70,000 ഇതായി. 4,000 ക്ലോസിങ്ങും ഉണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ കാണിക്കണം? മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് എന്തോരം ഉണ്ടെന്ന് നോക്കണം. മെറ്റീരിയൽ തുടങ്ങിയപ്പോൾ നമ്മുടെ കയ്യിൽ 2 lakh ഉണ്ടായിരുന്നു. ഇപ്പോൾ 1,70,000 യൂസ് ചെയ്തു. അതിൽ 4,000 സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എത്രയാണ്? 2 lakh 1,70,000 പോയാൽ 30,000 പ്ലസ് 4 34,000. ഓക്കെ. പിന്നെ പ്ലാന്റ് എങ്ങനെയാണ്? പ്ലാന്റ് 2,50,000 ഉണ്ടായിരുന്നു. അതിൻ്റെ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ്? അതിൻ്റെ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ്? ഇവിടെ ഡിപ്രീസിയേഷൻ 20,000 ഇവിടെ 5,000 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 25,000. അപ്പോൾ 2,50,000 25,000 പോയാൽ 2,25,000. ഓക്കെ. ഇനി ഇത് ടാലി ആവുമോ നോക്കാം. 1,50,000 1,60,000 35,000 34,000 2,25,000 6,04,000. ഇവിടെ 72,000 5,32,000 6,04,000. ഇപ്പോൾ ടാലി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പി ആൻഡ് എൽ നമ്മൾ ആദ്യമായിട്ട് ഇടുവാണ് ഒരു പ്രോബ്ലത്തിൽ അല്ലേ? അപ്പോൾ പി ആൻഡ് എൽ എന്നുള്ളത് എന്തൊക്കെ രീതിയിലാണ് നമ്മൾ പി ആൻഡ് എൽ ഇടേണ്ടതെന്നുള്ളത് നോക്കുക. പിന്നെ എന്താണ്? ബാലൻസ് ഷീറ്റ് ക്രെഡിറ്റേഴ്സും ക്യാപിറ്റലും ഒക്കെ തന്നത് ഫസ്റ്റ് ടൈമാണ്. അതും എന്താണെന്നുള്ളതൊന്ന് സ്റ്റഡി ചെയ്യുക. ഓക്കെ.